ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിന്ന് ഒരു കല്യാണത്തിന് പോകാനുള്ള പ്ലാനിലാണ്. കല്യാണത്തിന് പോകാൻ വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല, പക്ഷേ പായസം സദ്യയുടെ കൂടെ കിട്ടുമല്ലോ, അതുകൊണ്ട് കല്യാണത്തിന് പോകാനൊരാഗ്രഹം. അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് കണ്ണൊക്കെ തിരുമ്മി നിൽക്കുകയാണ്. രാവിലെ എണീറ്റ ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുടി അലമ്പായിട്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കൂടി ഒന്ന് വാരിപ്പിടിച്ച് കെട്ടിവെക്കും. ചുമ്മാ ഒന്ന് കെട്ടിവെക്കുന്നേ ഉള്ളൂ. നമുക്കിനി പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഞാൻ ലാസ്റ്റ് ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇതിട്ടിട്ട് പിന്നെ ഇതിട്ടിട്ടില്ല. ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അതിൻ്റെ ആത്മാവ് ഒരു വെളിയിൽ വന്നിട്ടുണ്ട്. എന്നാലും ഇതിനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഇതിനെ കട്ട് ചെയ്ത് കീറി അതിനകത്തിരിക്കുന്നതുകൂടെ എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതിനെ കളയാറുള്ളൂ. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് 1 മാസം എന്തോ ആവുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അന്ന് ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ച് വെക്കും. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ളത്. പക്ഷേ ശരിക്കും ഒന്നും നടക്കില്ല. എനിക്കെന്തോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വലിയ മടിയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്താണ് മൈൻഡിൽ ഉദ്ദേശിച്ചെന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ 3 ഫിംഗർ റൂൾ യൂസ് ചെയ്യാറില്ല എന്നൊക്കെയാണ് ഞാൻ അതിൽ കാണിച്ചേക്കുന്നത്. പിന്നെ ഞാൻ പുതിയൊരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സൺസ്ക്രീനിൻ്റെ മണം എനിക്കത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശരിക്കും അക്ലോജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് വന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ അടപ്പുള്ള സൺസ്ക്രീനാണ്. ഞാൻ ഓർഡർ ചെയ്തത് പോയിട്ടാണോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര പിടിച്ചില്ല. ഞാൻ മാറ്റി വേറെ വാങ്ങിക്കണം. ശരിക്കും എനിക്ക് ഐലൈനർ എഴുതുന്നതും മുടി കെട്ടുന്നതും ഒന്നും ഫോൺ നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രോപ്പറായിട്ടൊരു മിറർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാനതിൽ കുറച്ച് കാണിച്ചിട്ട് പിന്നീട് മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നല്ലപോലെ കെട്ടിയിട്ടോ കണ്ണെഴുതിയിട്ടുമാണ് പിന്നീട് വന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ മടി വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പുറത്തുള്ള ചീവീടിൻ്റെ സൗണ്ട്, ഞാൻ മെയിൻലി നൈറ്റാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചീവീടിൻ്റെ സൗണ്ടും അതും ഇതൊക്കെ വരും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പിന്നീടുള്ള എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വരും. പക്ഷേ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും കാണത്തില്ല. ഞാനിപ്പോൾ എന്താ ഈ വീഡിയോയ്ക്ക് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ പോലും കാണത്തില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ പറയുകയാണ്. ഫൈനലി എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടാറ്റാ.